മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ജനുവരി 16 വെള്ളി. ടോൾ പിരിവ് എന്ന പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരെ സമരം നയിച്ചതിന് MLAയെ സമരപ്പന്തലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ കുമ്പളയിൽ നിന്ന് 41 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മാംഗ്ലൂർ വരെ പോകുന്നതിന് രണ്ടിടത്തായി 280 രൂപയോളം ടോൾ നൽകണമെന്ന് പറഞ്ഞാൽ അതിനെ കൊള്ള എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ടോൾ പിരിവോ പിടിച്ചു പറയോ? സംസ്ഥാനത്തെ ഒരു MLAയെ സമരപ്പന്തലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. സമരപ്പന്തലും പൊളിച്ചു നീക്കി. ടോൾ പിരിവ് എന്ന പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരായ സമരം നയിച്ചതിനാണ് മഞ്ചേശ്വരത്ത് നിന്നുള്ള നിയമസഭാംഗം AKM അഷ്റഫിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ദേശീയപാത 66-ൻ്റെ 1ാം റീച്ച് ആരംഭിക്കുന്ന തലപ്പാടി ചേർക്കള പാതയിൽ ഇരട്ടച്ചുങ്കം പിരിക്കുന്ന അന്യായത്തിനെതിരെയായിരുന്നു MLAയുടെ നേതൃത്വത്തിലെ സമരം. കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നേരത്തെ തന്നെ ടോൾ പിരിവ് ഉണ്ടെന്നിരിക്കെയാണ് 2 ടോൾ പ്ലാസകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂരവ്യത്യാസം വേണമെന്ന നിബന്ധന കാറ്റിൽ പറത്തി കുമ്പളക്കടുത്തുള്ള ആരിക്കാടിയിൽ പുതുതായി ടോൾ പ്ലാസ വന്നത്. പ്രവാസഭൂമിയിൽ അത്യുദ്ധാനം ചെയ്ത നാട്ടുകാർ കെട്ടിപ്പടുത്തതല്ലാതെ അടിസ്ഥാന അവശ്യ സൗകര്യങ്ങൾ പോലും കാലങ്ങളോളം നിഷേധിക്കപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ ചികിത്സ തേടിയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ജോലിക്കുമെല്ലാമായി നിത്യേന അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് യാത്ര ചെയ്യൽ അവിടുത്തുകാർക്ക് അനിവാര്യമാണ്. കുമ്പളയിൽ നിന്ന് 41 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മാംഗ്ലൂർ വരെ പോകുന്നതിന് ആരിക്കാടിയിലും 22 കിലോമീറ്റർ പിന്നിടുമ്പോൾ തലപ്പാടിയിലുമായി 280 രൂപയോളം ടോൾ നൽകണമെന്ന് പറഞ്ഞാൽ അതിനെ കൊള്ളയെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും ക്ലബ്ബുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമാധാനത്തോടെ പക്ഷേ തികഞ്ഞ ആവേശത്തോടെ ദേശീയപാതയോരത്ത് നടത്തിവന്ന സമരത്തിനിടയിലേക്ക് ബുധനാഴ്ച രാത്രി നുഴഞ്ഞു കയറിയ ചിലർ ടോൾ പ്ലാസയുടെ ഗേറ്റിനും കൗണ്ടർ ചില്ലുകൾക്കും കേടുപാട് വരുത്തിയതോടെയാണ് കുമ്പളയിലെ ടോൾ വിഷയം പുറംലോകമറിയുന്നത്. എന്നാൽ നിയമവിരുദ്ധമായി ഈ പിടിച്ചുപറിക്ക് ഏറെ മുമ്പ് തന്നെ അധികൃതർ കളമൊരുക്കി വെച്ചിരുന്നതാണ്. പെരിയയ്ക്ക് സമീപം ചാലിങ്കാലിലാണ് കണക്ക് പ്രകാരം ടോൾ പ്ലാസ തുറക്കേണ്ടത്. എന്നാൽ പാത നിർമ്മാണം പൂർത്തിയാവാത്തതിനാൽ അത് സാധ്യമായില്ല. സമയബന്ധിതമായ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ നോക്കുന്നതിന് പകരം കിട്ടിയയിടത്ത് വെച്ച് ടോൾ പിരിക്കാനാണ് ദേശീയപാത അധികൃതർ തിടുക്കം കൂട്ടിയത്. ആരിക്കാടിയിൽ നിയമവിരുദ്ധമായി ടോൾ പ്ലാസ തുറക്കാൻ നീക്കം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ജനങ്ങൾ നിയമവഴി തേടിയതാണ്. ആക്ഷൻ കമ്മിറ്റി കേരള ഹൈക്കോടതിയിൽ നിന്ന് നവംബറിൽ സ്റ്റേയും സമ്പാദിച്ചിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് അതോറിറ്റിക്ക് അനുകൂലമായ വിധി വന്നെങ്കിലും ആക്ഷൻ കമ്മിറ്റി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. തുടർന്ന് കേസ് വീണ്ടും പരിഗണിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ടോൾ പ്ലാസയ്ക്ക് കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ലെന്നും ആകയാൽ പിരിവ് നടത്തില്ലെന്നും കോടതിയെ അറിയിച്ച അധികൃതർ ആ വാക്കും ലംഘിച്ചതാണ് ജനങ്ങളെ കുഴക്കിയത്. ടോളിനെതിരായ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ വിധി വരുന്നതുവരെ നിയമവിരുദ്ധ പിരിവ് നിർത്തിവെക്കണമെന്ന ജില്ലയിലെ 5 MLAമാർ സംയുക്തമായി നടത്തിയ അഭ്യർത്ഥന തള്ളിയ ദേശീയപാത അതോറിറ്റി അധികൃതർ കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിരിവെന്നും അത് നിർത്താനാവില്ലെന്നുമുള്ള നിലപാടിലാണ്. ജനങ്ങളെ ഒഴിപ്പിച്ചെടുത്ത ഭൂമിയിൽ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ജനങ്ങളെ ഏറെയായി ദുരിതപ്പെടുത്തുന്നുണ്ട്. 721 കോടി ചെലവിട്ട് നിർമ്മിച്ച ദേശീയപാത 544-ൽ മണ്ണുത്തി എടപ്പള്ളി റീച്ചിലെ പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ 15 വർഷം കൊണ്ട് ഇരട്ടിയിലധികം രൂപയാണ് ടോൾ കരാറുകാർ പിരിച്ചെടുത്തത്. ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത റോഡിൽ എങ്ങനെ ടോൾ പിരിക്കുമെന്ന് കോടതികൾ ചോദിക്കുന്ന സാഹചര്യവും ഇവിടെയുണ്ടായി. യാത്ര ദുഷ്കരമാണെങ്കിൽ എന്തിന് ജനങ്ങൾ ടോൾ നൽകണമെന്ന് ചോദിച്ച കോടതി ടോൾ പിരിക്കുന്നവർക്ക് മികച്ച റോഡ് ഉറപ്പാക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്നും സത്വര നടപടി ഉണ്ടായില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തലാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടെന്ത്? ഇനിയും പൂർത്തിയാവാത്ത റോഡിലൂടെ കടുത്ത ഗതാഗത കുരുക്കിലൂടെ കനത്ത ടോളും നൽകി യാത്ര ചെയ്യാൻ തന്നെയാണ് ജനങ്ങളുടെ വിധി. സർവീസ് റോഡുകളും നടപ്പാതയും ഒന്നും പൂർത്തിയാവാത്ത ദേശീയപാതയുടെ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ ചുമത്തുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ടോൾ നിരക്കാണ്. വെള്ളം ഒഴുകിപ്പോകാനുള്ള കാനകൾ പോലും എല്ലായിടത്തും പൂർത്തിയാക്കിയിട്ടില്ല. ഇതിനെതിരായ പ്രതിഷേധവും ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരുവിധ നീക്കവും അധികൃതരിൽ നിന്നില്ലെന്നത് കഷ്ടം തന്നെ. മാധ്യമം പോഡ്കാസ്റ്റ്.